നമസ്കാരം, വെൽക്കം ടു അറ്റ്മോസ്ഫിയറിക് യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് 3 എത്തിയിരിക്കുകയാണ്. എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ സീരീസിലെ ക്ലാസ് 3 എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ മൊത്തം ഒരു 4 ടൈപ്പ് സ്റ്റിച്ചസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ചിന് തന്നെ പല വേരിയേഷൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചെയിൻ സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ആദ്യം ചെയിൻ സ്റ്റിച്ച്, പിന്നെ വൈപ്ഡ് ചെയിൻ സ്റ്റിച്ച്, 2 ടൈപ്പ് വൈപ്ഡ് ചെയിൻ സ്റ്റിച്ച് ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ചെയിൻ സ്റ്റിച്ച്, നാലാമത് സിക്സാഗ് ചെയിൻ സ്റ്റിച്ച്. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചെയിൻ സ്റ്റിച്ചസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ റിങ്ങിൽ ക്ലോത്ത് ചുറ്റിയെടുക്കുക, ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കുക കേട്ടോ. ഞാൻ റെഡാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ മുകളിലേക്ക് ത്രെഡ് എടുത്തതിന് ശേഷം എടുത്ത പോർഷനിൽ നിന്ന് തൊട്ടടുത്തുനിന്ന് അതേ എടുത്ത പോർഷനിൽ നിന്ന് എടുക്കരുത്, തൊട്ടടുത്തുനിന്ന് ഫ്രണ്ടിലോട്ട് ഇതുപോലെ ഒരു ലെങ്ത്തിലേക്ക് കുത്തി കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ത്രെഡല്ല നീഡിൽ പുറത്തേക്ക് വരും മുന്നേ തന്നെ റൈറ്റ് സൈഡിലൂടെയോ ലെഫ്റ്റ് സൈഡിലൂടെയോ ത്രെഡ് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്നെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്. ഇപ്പോൾ ഞാൻ റൈറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാറ്റേൺ ചൂസ് ചെയ്യാം കേട്ടോ. ചെയ്യുമ്പോൾ ഏത് ചൂസ് ചെയ്താലും കുഴപ്പമില്ല, ലെഫ്റ്റ് എടുത്താലും റൈറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് എവിടെ നിന്നാണ് നൂല് വന്നിരിക്കുന്നത് അതിൻ്റെ തൊട്ട് ബാക്കിൽ നിന്ന് കുത്തുക, എന്നിട്ട് ഇതുപോലെ നൂല് ചുറ്റി കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ലാസ്റ്റ് വരെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നീഡിൽ കുത്തി കൊടുക്കുക, ത്രെഡ് ചുറ്റി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ പതുക്കെ വലിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു പാറ്റേൺ കിട്ടും. അപ്പോൾ സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്തത് ചെയിൻ സ്റ്റിച്ച് ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവസാനം ഇതേപോലെ ലോക്ക് ഇട്ടിട്ട് ബാക്കിൽ ലോക്ക് ഇടണം, ഇതേപോലെ ലോക്ക് ഇട്ട് അവസാനിപ്പിക്കുക. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വൈപ്ഡ് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എഗെയിൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യൽ തന്നെയാണ്. അപ്പോൾ ആദ്യം ഒരു ലെയർ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് പല ലെങ്ത്തിൽ ചെയിൻ സ്റ്റിച്ചും ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തേൽ ഇത് കുറച്ചും കൂടി ചെറുതായിരുന്നു, ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഒരു ത്രെഡ് എടുത്ത് ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വേറെ കളർ ത്രെഡോ സെയിം കളറോ വേറെ കളർ എടുത്താലാണ് നമുക്ക് മനസ്സിലാവുക. ഇതേപോലെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ കുത്തി കൊടുക്കുക. ഫസ്റ്റ് ചെയിനിലൂടെ കയറ്റുക. ഒക്കെ ഇപ്പോൾ റൈറ്റ് സൈഡിലൂടെയാണ് ഞാൻ കയറ്റുന്നത് കേട്ടോ. ലെഫ്റ്റിലൂടെ ഇറക്കുന്നു. ഇതേപോലെ ചുറ്റി വരും. ഇപ്പോൾ റൈറ്റിലൂടെ കയറ്റി കൊടുക്കുക, ലെഫ്റ്റിലൂടെ ഇറക്കുക. ഇതേപോലെ ഇങ്ങനെ ചുറ്റി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് വൈപ്ഡ് ചെയിൻ സ്റ്റിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, തുന്നിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ചെയിൻ സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഒരു ത്രെഡ് കുത്തിയെടുത്തു. പിന്നെ എവിടെയും നമ്മളത് കുത്തിയെടുക്കുന്നില്ല, ഇതേപോലെ ചുറ്റി കൊടുക്കുക മാത്രമേ ചെയ്യുന്നത്. ഓരോ ചെയിനിലൂടെയും കയറ്റിയെടുക്കുക കേട്ടോ. അവസാനത്തെ ചെയിൻ്റെ എൻഡിലേക്ക് നൂലിറക്കിയിട്ട് അവിടെ ലോക്കിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഫസ്റ്റ് ടൈപ്പ് ചെയിൻ സ്റ്റിച്ച്. ഇനി സെക്കൻഡ് ടൈപ്പ് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈൻ ചെയിൻ സ്റ്റിച്ച് എഗെയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. സെയിം ലെങ്ത്ത് വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ലെങ്ത്തിൽ. ഇത് കുറച്ചും കൂടി രസമുള്ളൊരു ചെയിൻ സ്റ്റിച്ചാണ്. ഇതേപോലെ നമ്മൾ അറ്റത്തു നിന്നല്ല, ഫസ്റ്റ് ചെയിൻ്റെ ഉള്ളിൽ നിന്നാണ് നൂലെടുക്കേണ്ടത്. എന്നിട്ട് ഓരോ ബ്രാഞ്ചസും, ഇപ്പോൾ ഒരു ചെയിന് 2 ബ്രാഞ്ച് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലോട്ടാണ് നൂല് ചുറ്റി കൊടുക്കേണ്ടത്. 2 ബ്രാഞ്ചിൽ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ ഇതേപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഒരു പോർഷൻ കഴിഞ്ഞു നമ്മളുടെ രണ്ടാമത്തെ ടൈപ്പ് വൈപ്ഡ് ചെയിൻ സ്റ്റിച്ചിൻ്റെ. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് ബ്രാഞ്ചിലൂടെ പുറത്തുനിന്ന് ഉള്ളിലോട്ട് ലൈൻസ്
ചെയിൻ ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ ലാസ്റ്റ് വരെ എടുക്കുക. അപ്പോൾ അതിന് ശേഷം നോർമലി നമ്മൾ ലാസ്റ്റത്തെ ചെയിനിലൂടെയും കയറ്റിയതിന് ശേഷം പുറത്തോട്ട് കുത്തി കൊടുക്കുക. ഒന്നെങ്കിൽ അതേ ത്രെഡ് തന്നെ, പക്ഷേ ഫസ്റ്റ് ബ്രാഞ്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സെയിം ത്രെഡ് കട്ട് ചെയ്ത് ഒന്നും കൂടി എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഫസ്റ്റ് ബ്രാഞ്ചിൽ നിന്ന് എഗെയിൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ. രണ്ടാമത്തെ ചെയിനിൽ നിന്നാണ് ഇതുപോലെ പുറത്തുനിന്ന് ഉള്ളിലോട്ട് കയറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരു ബ്രാഞ്ച് ഓൾറെഡി കംപ്ലീറ്റ് ആണ്, ഇപ്പോൾ രണ്ടാമത്തെ ബ്രാഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ബ്രാഞ്ചും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഡബിൾ പാറ്റേൺ കിട്ടും. നമുക്ക് ബ്രാഞ്ചിന് ഡബിളായിട്ട് കിട്ടുന്ന പോലെ. ഇപ്പോൾ 2 ടൈപ്പ് വൈപ്ഡ് ചെയിൻ സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഓപ്പൺ ചെയിൻ സ്റ്റിച്ച്. ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇച്ചിരി കൂടി ഇതിൻ്റെ ഒരു വിഡ്ത്ത് കുറവായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായി ചെയ്യാൻ പറ്റും കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 ലൈൻസ് വരച്ചിരിക്കുന്നത് കുറച്ചും കൂടി നീളത്തിലും വരയ്ക്കാം, ചെറുതാക്കിയും വരയ്ക്കാം. ഇതേപോലെ കുത്തി കൊടുക്കാം കേട്ടോ, വീഡിയോയിൽ കാണിക്കുന്ന പോലെ. അത് ഫിറ്റായി കിട്ടാൻ ചില സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഈ ഒരു സ്റ്റിച്ച് സംടൈംസ് ഇത് ഈസി ആയിരിക്കും. ഇതേപോലെ എടുക്കുക, വലിച്ചു കൊടുക്കുക. ഫുള്ളായിട്ട് ഫിറ്റാക്കി കൊടുക്കരുത്, കാരണം അടുത്ത ലൈൻ കൂടി അതിന് നേരെ എവിടെയാണോ നമ്മൾ അവസാനം കുത്തി അതിന് നേരെ കുത്തിയിട്ട് ചിരിച്ച് കുത്തി കൊടുക്കുക, പതുക്കെ വലിച്ചു കൊടുക്കുക. അപ്പോൾ ഓൾറെഡി അത് ലോക്കായിക്കോളും. അങ്ങനെ വരും. അപ്പോൾ ഒരുപാട് ലോക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതുപോലെ ലൂസാക്കി കൊടുക്കേണ്ടി വരും. അതാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് കേട്ടോ. ഇതേപോലെ നേരെ കുത്തി കൊടുക്കുക, എന്നിട്ട് ചിരിച്ച് കുത്തി കൊടുക്കുക, എന്നിട്ട് പതുക്കെ ലോക്കിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തിരി പാടുപെട്ടിട്ടാണെങ്കിലും ഞാനിപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചെയ്ത് നോക്കാം കേട്ടോ. ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഓപ്പൺ ചെയിൻ സ്റ്റിച്ചും ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ 4 ടൈപ്പ് വൈപ്ഡ് 2 ടൈപ്പ് ഉണ്ട്, അത് അങ്ങനെ 4 ടൈപ്പ് കഴിഞ്ഞു. ലാസ്റ്റ് ടൈപ്പ് എളുപ്പമാണ്. 6 ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ. 6 എന്ന് പറഞ്ഞാൽ നോർമൽ ചെയിൻ സ്റ്റിച്ച് ആദ്യം ചെയ്യുക. ഇതേപോലെ ചെയിൻ എടുക്കുക. 2 ലൈൻസിലായിട്ട് 6 ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്താ ചെയ്തിരുന്നത്, ത്രെഡിൻ്റെ അവിടെ നിന്ന് പിന്നെയും കുത്തിയെടുക്കാം. അതേപോലെ ത്രെഡിൻ്റെ അവിടെ നിന്ന് കുത്തിയെടുക്കുക, നൂല് ചുറ്റുക, എഗെയിൻ ത്രെഡ് എവിടെയാണോ അവിടെ നിന്ന് ചിരിച്ച് കുത്തി കൊടുക്കുക, അവിടെ നിന്ന് നൂല് ചുറ്റി കൊടുക്കുക. മാർക്ക് ചെയ്താൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സെയിം എന്താ പറയുക വിഡ്ത്തിൽ കിട്ടും. മാർക്ക് ചെയ്ത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ 6 ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. 6 ചെയിൻ സ്റ്റിച്ച് വളരെ എളുപ്പമാണ് ചെയ്യാൻ. കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് ഓപ്പൺ ചെയിൻ സ്റ്റിച്ചാണ്. ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. സോ അങ്ങനെയാണ്, അത്രയാണ് 6 ചെയിൻ സ്റ്റിച്ച് ഉള്ളത്. ലാസ്റ്റിൽ നമ്മൾ എത്തിയിട്ട് ഇതേപോലെ എങ്ങനെയാണോ ചെയിൻ സ്റ്റിച്ച് ലോക്കിട്ട് അതേപോലെ തന്നെ ഇതിനും ലോക്കിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ 6 ചെയിൻ സ്റ്റിച്ചും നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒന്നും കൂടി നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട്
വൈപ്ഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇതാണ് ഈസി വൈപ്ഡ് ചെയിൻ സ്റ്റിച്ച്. മറ്റേത് ഈസിയാണ്, കുറച്ചും കൂടി കാണാൻ ഒരു ഡിഫറെൻറ്റ് ലുക്ക് തരുന്നത് രണ്ടാമത്തെ ടൈപ്പ് വൈപ്ഡ് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ രണ്ടും ചെയ്ത് നോക്കുക. പിന്നെയുള്ളത് ഓപ്പൺ ചെയിൻ സ്റ്റിച്ച്. അത് ചെറുതാക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് കിട്ടും കേട്ടോ. പിന്നെ സിക്സാഗ് ചെയിൻ സ്റ്റിച്ച് അതും ഈസി തന്നെയാണ് കേട്ടോ. 2 ലെയറിൽ ഇട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചെയിൻ സ്റ്റിച്ച് നമ്മൾ എല്ലാ ടൈപ്പും ചെയ്ത് നോക്കി, എല്ലാം ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസുമായിട്ട് നമുക്ക് വരാം. അതുവരേക്കും ബൈ ബൈ.